ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം എനിക്ക് ഈ സെമി ഫൈനലിൽ നിന്ന് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. മോഹൻ ബഗാനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും കുറച്ച് ഗോളൊക്കെ അടിച്ച് നമ്മളെ ഒന്ന് ത്രില്ലടിപ്പിക്കണം. എന്തായാലും അത് നടന്നില്ല. ഇന്നത്തെ മത്സരം വീണ്ടും ഒരു ഗോൾ രഹിത സമനിലയാണ്. പെനൽറ്റി ഷൂട്ടൗട്ടിൽ അങ്ങനെ മോഹൻ ബഗാൻ റിവഞ്ച് എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആദ്യമായിട്ട് ഡ്യൂറൻ കപ്പ് അടിച്ചപ്പോൾ നമുക്കറിയാം മോഹൻ ബഗാന് പെനൽറ്റി ഷൂട്ടൗട്ടിൽ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അങ്ങനെയാണ് അവരുടെ ഈ കോമ്പറ്റീഷനിലെ ജൈത്രയാത്ര തുടങ്ങുന്നത്. എന്നാൽ ഈ പ്രാവശ്യം തുടർച്ചയായി മൂന്നാം ഫൈനലിലേക്ക് കടക്കാനുള്ള ഒരു അവസരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ടാണ് മോഹൻ ബഗാൻ ജയിച്ച് ഈസ്റ്റ് ബംഗാളായിട്ട് ഒരു കംപ്ലീറ്റ് കൊൽക്കത്ത ഡാർബി ഡ്യൂറൻ കപ്പ് ഫൈനലിൽ കയറിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ മത്സരം ഒട്ടും എൻജോയ് ചെയ്തില്ല. അവസാന കുറച്ച് മിനിറ്റുകളിൽ ചില എൻഡ് ടു എൻഡ് അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്റർടൈൻമെന്റ് വാല്യൂ ഒട്ടും ഇല്ലാത്തൊരു സെമി ഫൈനൽ. ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ മത്സരവും ഗോൾ രഹിത സമനില ആയിരുന്നെങ്കിലും ഈസ്റ്റ് ബംഗാൾ ഒന്ന് രണ്ട് നല്ല ക്ലിയർ കട്ട് ചാൻസുകൾ ഉണ്ടാക്കി 3 തവണ പോസ്റ്റിൽ അടിച്ചു. അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിൽ ഡൽഹി ഒരു ത്രെട്ടും ആയിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മത്സരം അതിൻ്റെ 7 അയലക്കത്തില്ല. ഓബ്വിയസ്ലി ഒരു വെതർ കണ്ടീഷനൊക്കെ അതിൻ്റെ അകത്തൊരു ഭാഗമുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ഒരു വെള്ളപ്പൊക്കത്തിൽ തന്നെയാണ് അവർ കളിച്ചത്. അതുകൊണ്ട് ബോൾ മൂവ് ചെയ്യാനും കളി ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യാനും ഒക്കെ രണ്ട് ടീമും നല്ലോണം കഷ്ടപ്പെട്ടിരുന്നു. മോഹൻ ബഗാൻ ഈ മത്സരം ജയിക്കാൻ പഠിച്ച പണി 18 പ്രയോഗിച്ചു. സെൽക്കോവിച്ച് വർക്ക് ചെയ്യുന്നില്ലേ, കുഴപ്പമില്ല, നമുക്ക് മിഗേൽ ഫിഗേരനെ ഇറക്കാം. ഫിഗേര വർക്ക് ചെയ്യുന്നില്ലേ, നമുക്ക് ചാങ്തേനെ ഇറക്കാം. അവരുടെ സ്ക്വാഡ് ഡെപ്ത് സ്കേറിയാണ്. പക്ഷെ എന്നിട്ടും അവർക്ക് ഫുൾ ടൈമിൽ ഈ മത്സരം ജയിക്കാനായില്ല. ഒടുവിൽ പെനൽറ്റി ഷൂട്ടൗട്ടിൽ വിശാൽ കേത്ത് എന്ന നായകൻ അവരെ രക്ഷിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഒട്ടും വൈകാതെ ഈ മത്സരത്തിൽ നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങളിലേക്ക് കിടക്കാം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഈ സെമി ഫൈനലിൽ 60 മിനിറ്റിൽ താഴെ സഹല് കളിച്ചുള്ളെങ്കിലും പനോസ് ഡിൽപേരസിന്റെ ഈ ടീമിൽ സഹലിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഡ്യൂറൻ കപ്പിൽ ഉടനീളം നമുക്ക് കാണാൻ ഇടയുണ്ടായി. ശരിക്കും ഇതിനു മുമ്പ് ഏതെങ്കിലും മോഹൻ ബഗാൻ കോച്ച് സഹലിനെ ഇത്രയും ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു റോളിൽ ശരിക്കും സഹൽ ഫ്രീ ആയിട്ട് സെൻട്രിൽ കൂടെ കളിക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. ഒരുപാട് ഗോൾ കോൺട്രിബ്യൂഷനുകൾ, ഗോളുകൾ, നല്ല റിട്ടേൺസ് ഈ ഡ്യൂറൻ കപ്പിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഫൈനലിൽ അവർ പോയി ആ കപ്പ് അടിക്കുകയാണെങ്കിൽ മേ ബി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴയുടെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു പ്ലേയിങ് സർഫസ് അത്ര നല്ല കണ്ടീഷനിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹലിൽ നിന്ന് നമ്മൾ യൂഷ്വലി കാണുന്ന സിൽക്കി ആയിട്ടുള്ള മൂവ്മെന്റുകളോ വളരെ ക്ലെവർ ആയിട്ട് ടൈറ്റ് സ്പേസിൽ കളിക്കുന്നതോ ഒന്നും നമുക്ക് അങ്ങനെ അധികം കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നിട്ടും വളരെ ക്രൂഷ്യലായ 1-2 മൊമെന്റ്സ് സഹലിന് പ്രൊഡ്യൂസ് ചെയ്യാനായി. നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ലോങ് റേഞ്ച് ഡിസ്റ്റൻസ് അറ്റംപ്റ്റ് നമ്മൾ കണ്ടിരുന്നു. ഗുർമീത്ത് ഓൾമോസ്റ്റ് എന്തൊക്കെയോ കാണിച്ചാണ് അത് തട്ടി പുറത്ത് കളഞ്ഞത്. ഒരു റേഞ്ചിൽ നിന്നും അങ്ങനെ ഒരു ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ കാണിച്ച ഒരു വിഷനും ഒരു മനസ്സും ഒരു കോൺഫിഡൻസും ഒക്കെ നമ്മൾ അഡ്മയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരിക്കും അറൗണ്ട് 56-ാം മിനിറ്റിൽ സഹലിനെ വലിച്ചപ്പോൾ ഞാൻ ഓർത്തു, എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം, കുറച്ചുകൂടെ സമയം കൊടുക്കായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഈ ഒരു കോച്ചിന്റെ കീഴിൽ സഹൽ എപ്പോൾ കളിക്കുമ്പോഴും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് സഹൽ ഉണ്ടാക്കും എന്നുള്ളൊരു ഫീലിംഗ് കളി കാണുമ്പോൾ നമുക്കുണ്ട്. ഒരു പക്ഷേ അത് കോച്ച് നൽകുന്ന കോൺഫിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ സഹലിന് കിട്ടുന്ന ഒരു ഫ്രീഡം ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ഒരുപക്ഷെ ഇതേ രീതിയിൽ തന്നെ പാനോസ് സഹലിനെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ISL നമ്മൾ ഇതിനു മുമ്പൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു റിട്ടേൺ വരെ സഹലിന് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. കാരണം എബിലിറ്റി വൈസ് നമുക്ക് ഈ പ്ലെയറിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു അവസരങ്ങൾ റെഗുലർ ആയിട്ട് കിട്ടുന്നുണ്ടോ, ഒരു കോച്ചിന്റെ കണ്ടിന്യൂസ് ട്രസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള 2 ക്വസ്റ്റ്യനുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മോഹൻ ബഗാൻ ഒരുപാട് എക്സ്പെൻസീവ് ടോയ്സ് ഉണ്ട്. അവർക്ക് പൊസിഷനിൽ ഫോറിൻ താരങ്ങളായാലും ഇന്ത്യൻ താരങ്ങളായാലും ആരെങ്കിലും ഒക്കെ വേണമെങ്കിൽ കളിപ്പിക്കാം. അവിടെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് സഹലിന് എങ്ങനെയെങ്കിലും ഒരു അവസരം റെഗുലർ ആയിട്ട് കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പനോസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പുള്ളി തീർച്ചയായിട്ടും മെറിറ്റിനൊക്കെ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു കോച്ചാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറൻ കപ്പിൽ ഇത്രയും നല്ല പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്ത സഹലിനെ തുടർന്നും അദ്ദേഹം സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അറ്റാക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന പിക്ചർ അത് അലദീൻ അജറയുടെ തന്നെയാണ്. ഈ ഒരു ടൂർണമെന്റിന്റെ ചരിത്രം പരിശോധിച്ചാലും ഈ വർഷത്തെ കോമ്പറ്റീഷൻ നോക്കിയാലും
അജറയുടെ കോൺട്രിബ്യൂഷനുകൾ നോർത്ത് ഈസ്റ്റിന് വളരെ ക്രൂഷ്യൽ തന്നെയാണ്. പക്ഷെ ആ ഒരു അറ്റാക്കിൽ കളിയിൽ ഉടനീളം ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന പ്ലെയർ ജിതിൻ MS തന്നെയാണ്. ഏതാണ്ട് 2 എഞ്ചിനൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് പുള്ളി ആ പിച്ചിൽ ഗ്രൗണ്ട് കവർ ചെയ്യുന്നത്. ഡീപ്പായിട്ട് വന്നിട്ട് ലോങ് ബോൾ കളിക്കുക, പല ബോളും ചേസ് ചെയ്യുക, 2 വിങ്ങിലേക്ക് മാറി കളിക്കുക. ജിതിൻ ഇന്ന് ആ പിച്ചിൽ ആ ഫൈനൽ തേർഡിൽ എല്ലാ പൊസിഷനുകളിലും നിറഞ്ഞു നിന്ന് തന്നെ കളിച്ചു. ശരിയാണ്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് ഗോൾ അടിച്ചിട്ടില്ല, പക്ഷെ സെക്കൻഡ് ഹാഫിൽ അജറയ്ക്ക് ഒരു ക്ലിയർ കട്ട് ചാൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തത് അബ്ദുൾ റബിയുടെ ഒരു ക്രോസ് ആണ്. ആൻഡ് ആ ഒരു ബോൾ വലയിൽ എത്തിയിരുന്നെങ്കിൽ റബിക്ക് അവിടെ ഡിസർവഡ്ലി ഒരു അസിസ്റ്റ് കിട്ടിയേനെ. പക്ഷെ ആ റബിയെ റിലീസ് ചെയ്ത ആ ഒരു പാസ് ജിതിന്റെയാണ്, ആ ഒരു വിഷൻ ജിതിന്റെയാണ്. ഇത് ശരിക്കും ഒരു സ്ഥിരം കാഴ്ചയാണ്. കാരണം പല സമയങ്ങളിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ജിതിന്റെ ഒരു എഫേർട്ട് ഉണ്ട്. അതിപ്പോൾ ഒരു പ്ലെയറിനെ ക്ലോസ് ഡൗൺ ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രസ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ക്രൂഷ്യൽ പാസിന് മുന്നോടിയായിട്ട് ബോൾ വിൻ ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ആ പാസിലേക്ക് നയിക്കുന്ന ബോൾ നൽകുന്നതായിക്കോട്ടെ, എന്തായാലും ജിതിൻ ആ ടീമിൽ നിറഞ്ഞു തന്നെ നിന്ന് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും മുകളിലുള്ള പേരുകളിൽ ഒന്ന് തന്നെയാണ് ജിതിൻ. ആൻഡ് ഇന്നൊരു പക്ഷേ ഒരു ഇത്തിരി കൂടെ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ജിതിന്റെ ആ ഒരു ഹാർഡ് വർക്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചിലപ്പോൾ തുടർച്ചയായ 3ാമത്തെ ആ ഒരു ഡ്യൂറൻ കപ്പ് ഫൈനലിൽ എത്തിയേനെ. ഈ മത്സരം നടന്നത് ഷില്ലോങ്ങിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ രാത്രിയുടെ ഹീറോ വിശാൽ കെയ്ത്തായി മാറിയത്. ഷില്ലോങ് ലജോങ്ങിന്റെ ആ ഒരു ഇൻഫേമസ് ആയിട്ടുള്ള അക്കാഡമിയുടെ ഒരു വലിയ പ്രോഡക്റ്റ് ആണ് ഈ വിശാൽ കെയ്ത്ത്. അതുപോലെ തന്നെ പൂർബ ലച്ചൻപേം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറച്ച് സീസണിന് മുമ്പ് ISL ഫൈനലിൽ മുംബൈ സിറ്റി മോഹൻ ബഗാനും വന്നപ്പോൾ ആ 2 ടീമുകളുടെ ഗോൾ കീപ്പേഴ്സും ഷില്ലോങ് ലജോങ്ങിന്റെ അക്കാഡമി പ്രോഡക്ട്സ് ആയിരുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. 2 വർഷം മുമ്പ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ആ ഒരു ആദ്യത്തെ ഡ്യൂറൻ കപ്പ് ഉയർത്തിയപ്പോൾ വിശാൽ കെയ്ത്തും മോഹൻ ബഗാനും ആയിരുന്നു അന്ന് സങ്കടപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് 2026 വിശാൽ കെയ്ത്ത് തന്റെ പ്രൊഫഷണൽ കരിയറിലെ ഏറ്റവും വലിയ ചുവടുകൾ വെച്ച ആ ഒരു സിറ്റിയിൽ, ഷില്ലോങ്ങില് കാലചക്രം തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഷൂട്ട് ഔട്ടിൽ റോബിൻ യാദവിന്റെയും പാർത്ഥിബ് ഗൊഗോയിന്റെയും പെനൽറ്റി സേവ് ചെയ്തുകൊണ്ട് വിശാൽ കെയ്ത്ത് മോഹൻ ബഗാനെ ഫൈനലിൽ എത്തിച്ചു. ആൻഡ് ആ ഒരു റിസൾട്ടിന്റെ സിഗ്നിഫിക്കൻസ് നമുക്കറിയാം. ഇത് ഈസ്റ്റ് ബംഗാൾ ആയിട്ടുള്ള പോരാട്ടമാണ്, ഒരു കൊൽക്കത്ത ഡർബി. കഴിഞ്ഞ കൊല്ലത്തെ ISL ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാൾ അവരെ ഡ്യൂറൻ കപ്പ് ഫൈനലിൽ ഇപ്പൊ കിട്ടുന്നു. അപ്പൊ ഇനിയും ഒരു റിവെഞ്ചിനുള്ള പോസിബിലിറ്റി ഉണ്ട്. കഴിഞ്ഞ റൗണ്ടിൽ നമുക്കറിയാം വിശാൽ കെയ്ത്തിന്റെ ആ മികവിൽ തന്നെയാണ് പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ ജംഷഡ്പൂരിനെ മറികടന്ന് മോഹൻ ബഗാൻ ഇവിടെ എത്തിയത്. എന്തായാലും ഇനി ഫൈനലിൽ അങ്ങ് കൊൽക്കട്ടയിൽ ഒരു അത്ഭുതം കൂടെ വിശാൽ കെയ്ത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള കോൺഫിഡൻസ് മോഹൻ ബഗാനും ഈ ഗോൾ കീപ്പറിനും ഇപ്പൊ എന്തായാലും ഉണ്ട്. അത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പൊ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഡ്യൂറൻ കപ്പ് ഫൈനല് ഞായറാഴ്ച കൊൽക്കട്ടയിൽ വെച്ച്. ആ വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാനിപ്പോ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് യൂറോപ്യൻ ഫുട്ബോളും കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഈ ആഴ്ച പ്രീമിയർ ലീഗ് തുടങ്ങുകയാണ്. ഒരുപാട് വീഡിയോസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. എന്തായാലും മാക്സിമം ശ്രമിക്കാം. ഒരു നോർമൽ വീഡിയോ എങ്കിലും, സാധാ ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽഡ് അല്ലാത്ത വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് താങ്ക് യു. ബിക്കോസ് നമ്മൾ ISLലേക്കൊക്കെ കടക്കുന്നേ ഉള്ളൂ. അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് വാമപ്പാണ് ഈ വീഡിയോകൾ. ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഒട്ടും വൈകാതെ വീണ്ടും തിരിച്ചു വരാം. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.